എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്കും പുതിയൊരു സീരീസിലേക്കും എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജല്ലിക്കട്ട് ചാനലിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് പേഴ്സണൽ ആവശ്യങ്ങളും കുറച്ച് യാത്രകളും ഒക്കെ വേണ്ടി വന്നതുകൊണ്ടാണ് പിന്നീടുള്ള വീഡിയോസ് കുറച്ച് ലേറ്റായി പോയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആയതിൻ്റെ ഒരു സോറി പറയുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അതിലെ പൊതുവെ തോന്നാവുന്ന സംശയങ്ങൾ എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നോക്കിയത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, അത് കാണുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ അടുത്ത പടിയായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ടേംസ് ആണ് നമ്മൾ ഈ ഒരു സീരീസിൽ നോക്കുന്നത്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ചാനലിലെ വീഡിയോസിൻ്റെയൊക്കെ ലെങ്ത് പരമാവധി കുറയ്ക്കാനായിട്ട് ഈ ഒരു പ്രധാനപ്പെട്ട ടേംസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സീരീസ് നമ്മൾ 4 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അതിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ടേംസാണ് വരുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. സോ ദിസ് ഇസ് അഭിജിത്ത് വിത്ത് യു. ലെറ്റ്സ് മൂവ് ടു എ ന്യൂ വീഡിയോ. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ കാര്യങ്ങളൊക്കെ വളരെ ലളിതമായിട്ട് പറഞ്ഞെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബ്രോക്കർ ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലേ. അപ്പോൾ ഈ ബ്രോക്കർ ആപ്ലിക്കേഷൻസ് നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലെ ടേംസും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കാണുന്ന 15 ടേംസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ലിസ്റ്റിൽ ആദ്യത്തെ 5 ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ ആദ്യത്തെ 5 ടേംസ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള സ്ഥാപനങ്ങളാണ്. അതിൽ ഒന്നാമത്തേതാണ് സെബി. സെബിയുടെ ഫുൾ ഫോം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ നമ്മുടെ ഈ സെബിയാണ് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കൺട്രോൾ മുഴുവനായിട്ട് ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ ഓർഗനൈസേഷൻ. പിന്നുള്ളതാണ് NSDL-ഉം CDSL-ഉം. NSDL എന്ന് പറഞ്ഞാൽ നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി ലിമിറ്റഡ് എന്നും CSDL എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഡിപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ് എന്നുമാണ്. ഈ NSDL-ഉം CSDL-ഉമാണ് നമ്മൾ വാങ്ങിക്കുന്ന സ്റ്റോക്ക്, അതായത് നമ്മൾ എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിക്കുന്ന സ്റ്റോക്കുകളെ ഡിജിറ്റൽ രൂപത്തിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ബ്രോക്കറിൻ്റെ കയ്യിൽ നിന്ന് സ്റ്റോക്കുകൾ വാങ്ങിച്ചാലും അതെല്ലാം NSDL-ലോ അല്ലെങ്കിൽ CDSL-ലോ ആണ് സ്റ്റോർ ചെയ്ത് വെക്കപ്പെടുന്നത്. പിന്നുള്ളതാണ് NSE-യും BSE-യും. NSE-യും BSE എന്താണെന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നല്ല വിശദമായിട്ട് തന്നെ നോക്കിയായിരുന്നു. NSE എന്ന് പറഞ്ഞാൽ NSE-യും BSE-യും ആണ് നമ്മുടെ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, ഇന്ത്യയിലുള്ള 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. അപ്പോൾ NSE BSE ത്രൂ ആണ് നമ്മളുടെ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം നടക്കുന്നത്. NSE-യിലും BSE-യിലുമാണ് നമ്മളുടെ ബ്രോക്കർമാരെല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏത് ബ്രോക്കർ ത്രൂ സ്റ്റോക്കുകൾ വാങ്ങിച്ചാലും അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ മറ്റേത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലും അതെല്ലാം ട്രാൻസാക്ഷൻ നടക്കുന്നത് NSE-യിലോ അല്ലെങ്കിൽ BSE-യിലോ ആയിരിക്കും. അപ്പോൾ NSE എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും BSE എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമാണ്. ഇനിയുള്ളത് ഈ 3 ടേംസ് ആണ്. ഇത് 3ഉം നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട 3 ടേംസ് ആണ്. അതായത് ഇൻഡെക്സ്, നിഫ്റ്റി, സെൻസെക്സ്. അപ്പോൾ ഇൻഡെക്സ് എന്താണെന്നും സെൻസെക്സും നിഫ്റ്റി എന്താണെന്നും ഒക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞായിരുന്നു. ടേംസ് പറഞ്ഞു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. നമ്മളുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർഫോമൻസിനെ കാണിക്കുന്നതാണ് നിഫ്റ്റി. അതേപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പെർഫോമൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് സെൻസെക്സ്. ഇതിനെ രണ്ടിനെയും കൂടെ കോമൺ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെയോ ഒക്കെ പെർഫോമൻസിനെ നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു ടേമിനെയാണ് നമ്മൾ ഇൻഡെക്സ് എന്ന് കോമൺ ആയിട്ട് പറയുന്നത്. ഈ കാണുന്ന 3 ടേംസ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ ട്രാൻസാക്ഷൻ നടക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ടേംസുകളാണ്. അതായത് സെക്ടർ, പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്. അതിൽ സെക്ടർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് കമ്പനികളുണ്ടല്ലേ. അതിപ്പം പല പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന കമ്പനികൾ എല്ലാം കൂടെ ചേർന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അതിൽ നമ്മുടെ മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഇപ്പോൾ ഗോൾഡ്, അലൂമിനിയം, കോപ്പർ, സ്റ്റീല് തുടങ്ങി അങ്ങനെയുള്ള മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് കമ്പനികൾ കാണും. പിന്നെ നമ്മുടെ ബാങ്ക് മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കമ്പനികൾ കാണും. ബാങ്ക് എന്ന് പറയുമ്പോഴത്തേനും നമുക്കൊക്കെ അറിയാവുന്ന SBI,
ഫെഡറൽ ബാങ്ക്, HDFC, ICICI ഇങ്ങനെയുള്ള ബാങ്കുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങൾ വരെ ഉണ്ട്. മുത്തൂറ്റ് പോലെയൊക്കെയുള്ള കമ്പനികൾ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ബാങ്കിങ്ങിന്റെ അണ്ടറിൽ വരുന്ന കുറേ കമ്പനികളാണ്. അതേപോലെ തന്നെ ഇൻഷുറൻസ് മേഖലയിലുള്ള ഒരുപാട് കമ്പനികൾ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. നമ്മുടെ LIC ഒക്കെ പോലത്തെ ഇൻഷുറൻസ് മേഖലയായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. അതേപോലെ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുകൾ, ഒരുപാട് വലിയ വലിയ ഹോസ്പിറ്റലുകൾ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. അതേപോലെ തന്നെ ഫാർമസ്യൂട്ടിക് കമ്പനികളുണ്ട്, മരുന്നുകൾ ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്. അങ്ങനെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് കമ്പനികൾ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ മേഖലകളെയാണ് നമ്മൾ സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സെക്ടർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് സ്റ്റോക്കുകൾ നോക്കാം. ആ മേഖലയിലുള്ള ഒരു പ്രത്യേക സെക്ടറിലുള്ള സ്റ്റോക്കുകൾ മാത്രം നമുക്ക് അനലൈസ് ചെയ്തിട്ട് ആ സെക്ടറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ പല പല സെക്ടറുകളിൽ നല്ല നല്ല കമ്പനികൾ എടുത്തിട്ട് അവിടെയും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ആ ഒരു തിരിവിനെയാണ്, ഓരോ കമ്പനികളിലും വർക്ക് ചെയ്യുന്ന മേഖലയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തിരിവുകളെയാണ് നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ സെക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നുള്ള ഒരു ടൈമാണ് പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പനിയുടെ കയ്യിൽ നിന്ന്, അതായത് ഒരു കമ്പനിയുടെ കയ്യിൽ ഇരിക്കുന്ന ഷെയർ ആ കമ്പനിയിൽ നിന്ന് നമ്മൾ നേരിട്ട് വാങ്ങിക്കുന്നതിനെയാണ് നമ്മൾ പ്രൈമറി മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുക എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നോക്കുമ്പോൾ കണ്ടായിരുന്നല്ലേ എന്താണ് IPO എന്നൊക്കെ. അപ്പോൾ IPOയുടെ സമയത്ത് ഇപ്പം ഞാനൊരു കമ്പനി ഓണർ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കൈവശം ഇരിക്കുന്ന ഷെയറുകൾ ഞാൻ നേരിട്ട് ഷെയർ മാർക്കറ്റിൽ വെക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ന് പറയുന്ന ആ ഓണറുടെ കയ്യിൽ നിന്നാണ് ഷെയർ മാർക്കറ്റിലുള്ള ബാക്കിയുള്ള പാർട്ടിസിപ്പൻസ് എല്ലാം ഈ ഷെയറുകൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓണറുടെ കയ്യിൽ നിന്ന്, അതായത് ആ കമ്പനിയുടെ കയ്യിൽ നിന്ന് നേരിട്ട് ഷെയറുകൾ വാങ്ങിക്കുന്നതിനെ നമ്മൾ പ്രൈമറി മാർക്കറ്റ് എന്നും. ഇനി സെക്കൻഡറി മാർക്കറ്റിന്റെ കേസ് നോക്കിയാൽ, ഞാനൊരു വേറൊരു കമ്പനിയുടെ കുറച്ച് ഷെയറുകൾ വാങ്ങിച്ചു. പിറ്റേ ദിവസം വേറെ ഒരാൾ ഷെയർ മാർക്കറ്റിൽ അതേ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിക്കാൻ വേണ്ടി ഒരു ഓർഡർ ഇടുവാണ്. അപ്പോൾ ആ പിറ്റേ ദിവസമാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള ഷെയറുകൾ വിൽക്കാനും നോക്കുന്നത്. അപ്പോൾ ഈ കമ്പനിയുടെ കയ്യിൽ നിന്ന് ഉള്ള ഷെയറുകളല്ല ഈ ആളുടെ കയ്യിൽ ചെല്ലുന്നത്. എൻ്റെ കൈവശമുള്ള ഷെയർ മാർക്കറ്റ് ത്രൂ മറ്റൊരാളുടെ കയ്യിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സെക്കൻഡറി പാർട്ടിസിപ്പൻസ് തമ്മിലുള്ള ഒരു ഇടപാടാണ് നടക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നോക്കേണ്ടത് ഷെയർ മാർക്കറ്റിന് പുറത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളെ പറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ട ചില ടേംസുമാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ കാണുന്ന 4 ടേംസാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇതിൽ നോക്കിയാൽ ബ്രോക്കറേജ്, AMC അതായത് അസറ്റ് മാനേജ്മെന്റ് കമ്പനി, ഫണ്ട് മാനേജർ എന്നൊക്കെയുള്ള ടേംസാണ് ഇതിൽ നമ്മൾ നോക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണല്ലേ ബ്രോക്കർ. അപ്പോൾ ഈ ബ്രോക്കർ ത്രൂ ആണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും നമ്മളുടെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതും എല്ലാം ഈ ഒരു ബ്രോക്കറാണ്. ബ്രോക്കർ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും നമ്മളെപ്പോലുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ പങ്കെടുക്കുന്ന ആളുകളുടെയും ഇടയ്ക്ക് നിൽക്കുന്ന ഇടനിലക്കാരനാണ് ബ്രോക്കർ എന്ന് പറഞ്ഞ് നമ്മൾ പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരുപാട് ബ്രോക്കർമാർ നമുക്ക് രജിസ്റ്റർ ആയിട്ടുണ്ട്. അതിലേറ്റവും ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ളൊരു ബ്രോക്കറുടെ കാര്യം പറഞ്ഞാൽ ഈ അപ്സ്റ്റോക്സ്, സെറോദ എന്നൊക്കെ പറയുന്ന ആളുകളെല്ലാം ബ്രോക്കർമാരാണ്. ഇനിയുള്ളതാണ് ബ്രോക്കറേജ്. ബ്രോക്കറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർ മാർക്കറ്റിൽ നിന്ന് ഏത് തരത്തിലുള്ള ഒരു ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ, ഷെയർ വാങ്ങിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിക്കോട്ടെ, അങ്ങനെ ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു ട്രാൻസാക്ഷനും ഒരു പ്രത്യേക ചാർജ് ബ്രോക്കർക്ക് കൊടുക്കണം. കാരണം ബ്രോക്കറാണല്ലോ നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രോക്കർ ഈടാക്കുന്ന ചാർജിനെയാണ് നമ്മൾ ബ്രോക്കറേജ് എന്ന് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ടൈമാണ് AMC എന്ന്, അല്ലെങ്കിൽ ഫണ്ട് ഹൗസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. AMC എന്ന് പറഞ്ഞാൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്നാണ് പറയുന്നത്. അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മളുടെ പൈസ അവരുടെ കൈ കൊടുത്താൽ നമുക്ക് വേണ്ടിയിട്ട് ആ ഫണ്ട് അവർ മാനേജ് ചെയ്യും. അങ്ങനെ മാനേജ് ചെയ്യുന്ന കമ്പനികളെയാണ് നമ്മൾ AMC എന്ന് പറയുന്നത്. അപ്പോൾ ഈ AMCകളാണ് പ്രധാനമായിട്ടും മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിച്ചിട്ട് അത് ഷെയർ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിട്ടേൺ നമുക്ക് തിരിച്ചു തരുന്നത്. പിന്നുള്ളൊരു ടൈമാണ് ഫണ്ട് മാനേജർ. ഈ ഫണ്ട് മാനേജർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടല്ലേ AMC എന്താണെന്ന്. അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ട് ആ ക്യാഷ് ഉപയോഗിച്ച് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിട്ടേൺ എടുത്തിട്ട് ആ റിട്ടേൺ നമുക്ക് തരുന്നതിനെയാണ് AMC എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള AMCകൾ നടത്തിക്കൊണ്ട് പോകുന്നത് ആരാണ്? ഇങ്ങനെയുള്ള AMCകൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അതിനൊരു മാനേജർ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള മാനേജറിനെയാണ് നമ്മൾ ഫണ്ട് മാനേജർ എന്ന് പറയുന്നത്. ഈ ഫണ്ട് മാനേജർ എന്ന് പറഞ്ഞാൽ AMCയിൽ വർക്ക് ചെയ്യുന്ന മാനേജറാണ്. ആളെന്താ ചെയ്യുന്നത്? നമ്മളെപ്പോലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ട് ആ ക്യാഷ് ഷെയർ മാർക്കറ്റിൽ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കറക്റ്റ് സമയത്ത്
പ്രോഫിറ്റ് എടുക്കുകയും ലോസ് എന്ന് കാണുന്ന സമയത്ത് അത് വിറ്റിട്ട് വെയിറ്റ് ചെയ്യുകയും തിരിച്ച് റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയങ്ങളൊക്കെ നോക്കിക്കൊണ്ട് റീഇൻവെസ്റ്റ് ഒക്കെ ചെയ്യുന്ന പരിപാടി ചെയ്യുന്ന ആളാണ് ഫണ്ട് മാനേജർ എന്ന് പറയുന്നത്. ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ടേംസിൽ ഇത്രയൊക്കെയാണ് നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിരുന്നത്. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒഴിവാക്കാൻ പറ്റാത്ത ബാക്കി ടേംസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.